ഹലോ സ്റ്റുഡൻസ്, ഞാനിത് നിങ്ങൾക്ക് തനിയെ ചെയ്യാനുള്ളൊരു ചോദ്യം തരാണ്. ഇഷ്യൂ ഷെയർസിൽ ട്രൈ യുവർ സെൽഫ്. നമുക്കൊരു ചോദ്യം നോക്കാം, ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്യാം. വൈ ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 ഷെയർസ് ₹100 ഈച്ച്, പേയബിൾ ആസ് ഫോളോസ്. ഓൺ ആപ്ലിക്കേഷൻ ₹25, ഓൺ അലോട്ട്മെൻറ്റ് ₹35 ആൻഡ് ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ചോദ്യം നോക്കുമ്പോൾ അതിൽ എന്താ കാണാൻ പറ്റുന്നത്? അതിൽ കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈ ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 ഷെയർസ് ₹100 ഈച്ച്. 20,000 ഷെയർ 100 രൂപ വിലയുള്ളത് ഇഷ്യൂ ചെയ്യുന്നു. 20,000 ഷെയർ, ആ 100 രൂപയുടെ ഡിവിഷൻസാണ് പറയുന്നത്. ഓൺ ആപ്ലിക്കേഷൻ 25 രൂപ ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ് 35. അപ്പോൾ 25 35 എത്രയും 50 60 രൂപയും. ആൻഡ് ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ബാലൻസ് കൊണ്ട് എത്ര വരും? 100-ൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും കുറയ്ക്കാം. 100-ൽ നിന്ന് 25-ഉം 35-ഉം കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്ര വരും? 25 + 35 60 വരും. 60, അപ്പോൾ 100-ൽ നിന്നും 60 മൈനസ് ചെയ്യുക. 100 - 60 = 40 വരും. അപ്പോൾ 40 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ഓക്കെ, അപ്ലിക്കേഷൻസ് വർ റിസീവ്ഡ് ഫോർ 15,000 ഷെയർസ് ആൻഡ് ഡ്യൂലി അലോട്ടഡ്. ഓൾ മണി റിസീവ്ഡ്, ഗിവ് ദി എൻട്രീസ്. അതാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 20,000 ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ മണി, 20,000 ഷെയർസിൻ്റെ അലോട്ട്മെൻറ്റ് മണി, 20,000 ഷെയർസിൻ്റെ ഫസ്റ്റ് കോൾ മണി, അങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അപ്ലിക്കേഷൻസ് എത്ര കിട്ടിയിരിക്കുന്നത്? അപ്ലിക്കേഷൻസ് വർ റിസീവ്ഡ് ഫോർ 15,000 ഷെയർസ്, 15,000 ഷെയറിൻ്റെ അപ്ലിക്കേഷൻസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 15,000 ഷെയറിന് അപ്ലിക്കേഷൻ മണി 25. അപ്പോൾ ഇതിന് നമുക്ക് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ് പറയാം. വെൻ അപ്ലിക്കേഷൻസ് ആർ റിസീവ്ഡ് ആർ ലെസ് ദാൻ ദ ഷെയർസ് ഇഷ്യൂഡ്. അപ്പോൾ അല്ലെങ്കിൽ ദ ഇൻവിറ്റേഷൻസ് റിസീവ്ഡ്, അപ്ലിക്കേഷൻസ് റിസീവ്ഡ് ഈസ് ലെസ് ദാൻ ദ ഇൻവൈറ്റഡ് അപ്ലിക്കേഷൻസ്. അപ്ലിക്കേഷൻസ് റിസീവ്ഡ് ഈസ് ലെസ് ദാൻ ദ ഇൻവൈറ്റഡ് അപ്ലിക്കേഷൻസ്. ഇതിനാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പോൾ 20,000 ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷേ 15,000 ഷെയർസിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 15,000 ഷെയർസിൻ്റെ അപ്ലിക്കേഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ അപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, കാരണം 20,000 ഷെയറിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു, പക്ഷേ 15,000 അപ്ലിക്കേഷൻസേ കിട്ടിയുള്ളൂ. അപ്പോൾ കിട്ടിയ അപ്ലിക്കേഷൻ്റെ എമൗണ്ടല്ലേ നമുക്ക് അപ്ലിക്കേഷൻ അക്കൗണ്ടിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് 15,000 × 25. എത്രയെന്ന് വെച്ചാൽ ഗുണിച്ച് എഴുതാം, 15,000 × 25. ദെൻ രണ്ടാമത്തെ എൻ്റെ നരേഷൻ എഴുതും, അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ 15,000 ഷെയർസ് ₹25 ഈച്ച്. ഇനി അത് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ആകുമ്പോൾ 15,000 × 25,000. ഓക്കെ, അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ ചെയ്താൽ. ഇനി അടുത്തത് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15,000 × 35. 15,000 × 35. നേരത്തെ നമ്മൾ 15,000 × 25 പറഞ്ഞു അല്ലേ? 15,000 × 25 എത്രയാണ്? 15,000 × 25, അത് 3,75,000 വരും. അപ്പോൾ ഫസ്റ്റ് എൻട്രിയിലും സെക്കൻഡ് എൻട്രിയിലും അതാണ് വരിക. ദെൻ 15,000 × 35, അതാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. 5,25,000 വരും. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡ്യൂ ആകുന്ന എൻട്രി 15,000 × 35 = 5,25,000. ഓക്കെ, ദെൻ അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ 15,000 × 35 തന്നെ വരും. ദെൻ ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്പോൾ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 15,000 × 40. ബാലൻസ് നമ്മൾ കണ്ടുപിടിച്ച് പറഞ്ഞു. 100-ൽ നിന്നും 25-ഉം കുറയ്ക്കുക, 35-ഉം കുറയ്ക്കുക, അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര വരുന്നു? 40 വരും. ഓക്കെ, അങ്ങനെ നമുക്ക് 15,000 × 40 ആണ് നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി തരാം. × 40 എത്ര വരുന്നു? അപ്പോൾ 6 lakh വരുന്നു. അപ്പോൾ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 6 lakh. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ഓൺ 15,000 ഷെയർസ് ₹40 ഈച്ച്. ഇനി എൻ്റെ ക്യാഷ് കിട്ടുമ്പോഴോ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എൻട്രിയുടെ എമൗണ്ട് എത്ര വരും? 6 lakh തന്നെ വരും. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്ഡ് ഓൺ 15,000 ഷെയർസ് ₹40 ഈച്ച്. ഇങ്ങനെയാണ് നമുക്കതിൻ്റെ എൻട്രി വരിക. ഇത് നിങ്ങൾ തനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് തന്നെയാണ് നമുക്ക് ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ എൻട്രീസ് തനിയെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.